ഗായ്സ്, അപ്പം നമുക്ക് എല്ലാവർക്കും FF ലുഡുവിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ മറ്റന്മാർക്കും ഒരു കൂടി സ്വാഗതം. ഞാനൊരു മൈൻക്രാഫ്റ്റ് വേൾഡ് കളിക്കുകയാണ്. സർവൈവൽ വേൾഡാണ് ഇത്. ഞാൻ സർവൈവലാക്കി പിന്നെ ഷോ കോർഡിനേറ്റ്സ് ആൻഡ് ഷോ ഡേയ്സ് ഓണാക്കിയിട്ടുണ്ട്. പിന്നെ റിസോഴ്സ് ബാക്കിൽ പോയിക്കൊണ്ട് ഷെയ്ഡർ ഓണാക്കിയിട്ടുണ്ട്. ഷെയ്ഡർ ഓണാക്കിയതിന് ശേഷം ക്രിയേറ്റ് കൊടുത്തിട്ടുണ്ട്. ഇനി ലോഡാവാനാണ് ഭയങ്കര പണി, കുറച്ച് സമയം എടുക്കും. അതുകൊണ്ട് ഞാൻ കുറച്ച് ഭാഗം കട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഗൈസ്, നമ്മുടെ വേൾഡ് സ്റ്റാർട്ടായിട്ടുണ്ട്. നമുക്ക് ആദ്യം തന്നെ നമ്മൾ ഫസ്റ്റ് തന്നെ ഫോൺ വെച്ചാൽ വെള്ളത്തിലാണ്. ഷെയ്ഡിൻ്റെ പ്രശ്നമാണ്, വെള്ളം ചെറുതായിട്ടേ കാണുന്നു. ചെറിയൊരു പ്രോബ്ലമാണ്, അത് ശരിയാക്കണ്ട. നമുക്ക് തന്നെ നല്ലൊരു സ്ഥലം കിട്ടിയിട്ടുണ്ട്. നമ്മളിപ്പോൾ സ്പോണ് വന്നിരിക്കുന്നത്. നമ്മൾ അതെന്തോ ഉണ്ട്, നമുക്ക് അങ്ങോട്ട് പോയി നോക്കണം കേട്ടോ. അത് നമുക്കൊന്ന് കുറച്ച് നേരം മുറിച്ച ഒരു വലിയ മരം, അത് വേണ്ട, എത്ര മുറിച്ചാലും മുറിയില്ല. അത് നിങ്ങളാരെങ്കിലും അങ്ങനത്തെ മരം മുറിച്ചിട്ടുണ്ടെന്നുണ്ട്. ഞാൻ ആദ്യം ഫസ്റ്റ് മുറിച്ച മരം മാറ്റി വെച്ചു. ഫസ്റ്റ് മൈൻഡ് ചെയ്ത ബ്ലോക്ക് മാറ്റി വെച്ചു. ഇനി നമുക്ക് അടുത്ത ബ്ലോക്കൊക്കെ പൊട്ടിച്ചെടുക്കാം. നമുക്കിനി ഈ മരം കൂടി പൊട്ടിച്ചെടുത്തിട്ട് നമുക്ക് മൈൻ ചെയ്യുന്ന പരിപാടി നിർത്താം. ഇനി നമുക്ക് ടൂൾസൊക്കെ ഉണ്ടാക്കാം. നോമ്പൊക്കെ അതിൻ്റെ ഭയങ്കര തണുപ്പ്, എന്തൊക്കെ തണുപ്പാണോ. അയ്യോ നമ്മൾ തന്നെ മെസ്സേജസൊക്കെ വരും, മൈൻഡ് ചെയ്യണ്ട. നമ്മളൊരു ക്രാഫ്റ്റ് ടേബിൾ ഉണ്ടാക്കിയിട്ട് കുറച്ച് പ്ലാങ്ക്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ടൂൾസ് ഉണ്ടാക്കാം. ഉണ്ടാക്കി നമുക്ക് ഇനി നമുക്ക് കുറച്ച് ഫുഡിൻ്റെ ആവശ്യമുണ്ട്. അതുകൊണ്ട് നമുക്ക് കുറച്ച് പന്നിനും ആടിനും പോത്തിനും ഒക്കെ കിട്ടും. അതപ്പോഴത്തെ അടുത്ത് ഇനി നമുക്ക് എത്രയും പെട്ടെന്നൊരു വില്ലേജ് കണ്ടുപിടിച്ചണം. സമയം കുറേ ആയിട്ടുണ്ട്. 6 മണിക്ക് തുടങ്ങിയതാണ്. ഞാൻ എഡിറ്റ് ചെയ്യാനൊക്കെ ഭയങ്കര ഗതികേടായിരുന്നു. എല്ലാവരും വീഡിയോ കാണുമ്പോൾ ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്യണ്ടേ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം ലൈക്ക് ചെയ്യാൽ മതി. ഇല്ലാന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ഇഷ്ടപ്പെട്ട മാത്രം സബ്സ്ക്രൈബ് ചെയ്താൽ മതി. ഇല്ലാന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനൊന്നും ചെയ്യും പ്ലീസ്. ഷെയറൊന്നും ആരും ചെയ്യണ്ട. ഇനി നമുക്ക് പുതിയ അൺലോക്ക് ആയിട്ടുണ്ട്. കുറേ സാധനങ്ങൾ നമുക്ക് അൺലോക്ക് ആയിട്ടുണ്ട്. നമുക്ക് ഷീപ്പിനും കൂടി താക്കിന് രണ്ടെണ്ണത്തിനും കൂടി കിട്ടാണ്ട്. അപ്പോൾ നമുക്കിനി ഇത് കിട്ടാണ്ട്. നമുക്ക് കുറേ വേണം, കുറേ ഫുഡ് വേണം. ഇതൊക്കെ ഇങ്ങനെ വേഗം ഒപ്പിക്കണം. നമുക്കത് കുറച്ചും കൂടി എന്തും നമുക്ക് നമ്മുടെ വേർഷനൊന്ന് നോക്കാം. പോക്കറ്റ് വേർഷനാക്കാം. പിന്നെ PC കളിക്കുന്ന മാതിരി ഒരു ചെറിയൊരു കംഫോർട്ട് എനിക്കത് കളിക്കാനാണ് സുഖം. ക്ലാസിക്കാക്കി അയച്ചാൽ നല്ല സുഖമാണ്. അതങ്ങനെ എടുക്കുക വെച്ചാൽ സെറ്റിങ്സിൽ പോയി വീഡിയോയിൽ പോയിക്കൊണ്ട് അടിയിൽ പോയിക്കൊണ്ട് പ്രൊഫൈൽ ഉണ്ടാവും. അതിൽ പ്രൊഫൈൽ പെർഫെക്റ്റിൽ നേരെ നമ്മൾ വേണമെങ്കിൽ
ഒന്നെങ്കിൽ പെർഫെക്റ്റ് ആക്കാം, അല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ 2 ഓപ്ഷൻ ഉണ്ടാവില്ല, ഏതെങ്കിലുമൊക്കെ നോക്കിയാൽ നമുക്ക് ഇതും ഒഴിവായി കിട്ടണം. അപ്പോൾ നെക്സ്റ്റ് പുതിയ റെസിപ്പി നമ്മൾ ഇതിൽ കോബിൾ സ്റ്റോൺ ഇല്ല. നമുക്ക് എവിടെയൊക്കെ കോബിൾ സ്റ്റോൺ ഉണ്ടെന്ന് നോക്കണം. കോബിൾ സ്റ്റോൺ അതവിടെ നമുക്ക് അത് കുറച്ച് പിക്കിന് കൊല്ലാം. ഒന്നേ ഇട്ടിട്ടുള്ളൂ, കൊല്ലാം. ഓക്കെ, ഇതാ കോബിൾ സ്റ്റോൺ ഇതിന് കൊടുക്കുന്നുണ്ട്. കോബിൾ സ്റ്റോൺ നമുക്ക് കുറച്ച് കോബിൾ സ്റ്റോൺ മൈൻ ചെയ്യാം. ഇവിടെ നമുക്ക് മൈൻ ചെയ്ത് തുടങ്ങാം. അതവിടെ പിക്ക് നമുക്ക് ആ ഷേപ്പിന് 2 ഷേപ്പിൽ 2 ഒന്നുണ്ടാവില്ല. ഇത് പൊട്ടിയും ചെയ്തു. നമുക്ക് മൈൻ ചെയ്യാം. നമുക്ക് ഇത് കുറേ വെറുതെ 49 എന്താണോ അത്രയ്ക്ക് ഈ പിക്കാസ് പൊട്ടണോളം മൈൻ ചെയ്യാറുള്ളത്. ഈ കോബിൾ സ്റ്റോൺ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ വീടുണ്ടാക്കാം. പിന്നെ അത് ഈ ഫോൺ ചെറിയ ഹാങ് ഉണ്ടാകുന്നുണ്ട്, ചെറിയ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാകും. അതുകൊണ്ട് ചെയ്യാൻ നോക്കുക. കൈ തട്ടണതാണ്. ലൈക്കും സബ്സ്ക്രൈബൊക്കെ ചെയ്യണം കേട്ടോ. ഇത്രയും കഷ്ടപ്പെട്ട് വീഡിയോ ചെയ്തിട്ട് ഒരു ലൈക്കും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് സങ്കടമൊന്നുമില്ല, എന്നാലും ചെറിയൊരു പ്രശ്നം. നമുക്കിതൊക്കെ എടുത്തിട്ട് അതിൽ കമൻറ്റ് ബോക്സിൽ കയറിയൊന്നും വിളിക്കരുത് കേട്ടോ. എൻ്റെ ഈ വീഡിയോ കുറച്ച് ലോങ്ങാണ്. നാളെ മുതൽ കുറച്ച് ഷോർട്ടാക്കി ഇടാൻ ശ്രമിക്കാം. ഈ സ്റ്റോൺ മൈനിങ് ഭയങ്കര പണിയുടെ കാര്യമാണ്. 43 കിട്ടും. ഈ സ്റ്റോൺ ഇങ്ങനെ കിട്ടുന്നത് ഭയങ്കര ഭാഗ്യമല്ല, മൈൻ ചെയ്യുന്നത് നല്ല രസമാണ്. ഇത് ഓക്കെ ഹാങ്ങിൻ്റെ പ്രശ്നമാണ്. അങ്ങനെ നമ്മൾ ആ പേക്കാസും പൊട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മൾ കുറച്ചിങ്ങനെ പോവാണ്. മൊബൈലിലേക്കൊരു കോളൊക്കെ വരുന്നുണ്ട്, ഞാനത് മൈൻഡ് ചെയ്യണമെന്നില്ല. നമുക്കൊരു ടൂൾസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. കാരണം 2 ആക്ഷൻ പിക്കാസും പൊട്ടി ആക്സും പിക്കാക്സും ഉണ്ടാക്കാം. നമുക്ക് ഒരു ആക്ഷൻ പിക്കാസ് ഉണ്ടാക്കിയിട്ട് 2 സ്റ്റിക്ക് വേണം. 2 സ്റ്റിക്ക് കൊടുത്തു 4 പ്ലേറ്റ് ആക്സും ഒരു പിക്കാക്സും ഉണ്ടാക്കി. എന്നിട്ട് നമ്മളെ കൂടെ വില്ലേജ് കണ്ടുപിടിച്ചതാണ്. നമുക്ക് എടുത്ത് എവിടെയെങ്കിലൊക്കെ വില്ലേജ് ഉണ്ടെന്ന് തപ്പി നടക്കാം. അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് കോളും വേണം, ഇല്ലെങ്കിൽ നമുക്ക് ടോർച്ച് ഉണ്ടാക്കാൻ കഴിയുള്ളൂ. ടോർച്ച് ഉണ്ടാക്കാൻ കഴിച്ചത് മാത്രമല്ല, നമുക്ക് ഫുഡൊക്കെ കുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ കോള് വേണ്ടേ. അപ്പം നമ്മൾ അതിലാണെങ്കിലോ നമ്മൾ ഹങ്കർ ബാറൊക്കെ കുറച്ച് കഴിയാനായിരിക്കണം ഫുഡിൻ്റെ ഓപ്ഷൻ. മണ്ട പോലും കഴിയുന്നില്ല മതിയായിരിക്കും. അപ്പം നമുക്ക് എങ്ങനെയെങ്കിലൊക്കെ കിട്ടണം. ഇത് നമുക്ക് ഷുഗർ കേക്ക് കുറച്ച് എടുക്കാം, കാരണം ഇത് ആവശ്യം വരുന്നൊരു സംഭവമാണ്. അങ്ങനെ തന്നെ പിന്നെ നമുക്ക് പിന്നെ ദൂരം നടക്കുക പോണ വഴിക്കിൽ എന്തെങ്കിലുമൊക്കെ കാണാനൊക്കെ കൊന്നു തന്നെ ഒരു കേവുന്നില്ല.
നമുക്ക് പിക്കിനല്ല. സോറി പിക്കിൻ്റെ മകനെ, എനിക്ക് കുറച്ച് ഫുഡിൻ്റെ ആവശ്യമാണ്. ഒരു അങ്ങോട്ട് കാട്ടെ ഷേപ്പിൻ്റെ. നമുക്ക് കുറച്ച് സാധനം കിട്ടി. നമുക്കതൊക്കെ ഉപയോഗിച്ച് താക്കടിപ്പിക്കാം. ഹങ്കർ വേറെ തിരിയില്ല, വേണ്ടാണ് കഞ്ചില്ല. നമുക്ക് കുറച്ച് ഫുഡ്. ഓ രാത്രിയായല്ലോ, നമുക്ക് പഠിത്തം ക്രാഫ്റ്റിൻ്റെ കിട്ടി. ക്രാഫ്റ്റിൻ്റെ ബെഡ് ഉണ്ടാക്കാൻ ഇതില്ല. പ്ലാൻ പോയി ബെഡ് പോയി രണ്ടാളൊക്കെ ഉണ്ടാക്കാൻ പറ്റും. ഇത് രാത്രിയാവാത്ത രാത്രിയൊക്കെ കഴിക്കണമല്ലോ. മറ്റേ കിടക്കെ ഇനി നമുക്ക് ഉറങ്ങി നീച്ച് ബെഡ് പൊട്ടിച്ചെടുത്ത് നമുക്ക് സവാരി തുടങ്ങണം. ഇനിയാണ് നമ്മളെ തുടങ്ങാൻ പോകണം. ഫുഡ് കഴിച്ചിട്ട് തുടങ്ങാം. ഇനിയാണ് നമ്മളെ എത്തണ വില്ലേജ്. സെർച്ച് ഫോർ വില്ലേജ്. യെസ്, നമ്മളെ പരിപാടി വില്ലേജ് കണ്ടുപിടിച്ചിക്കാൻ. നമുക്കിനി വില്ലേജ് പോടെ. വില്ലേജ് ഞാൻ മൊബൈലാണ് കളിക്കുന്നത്. പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ആടെ കിട്ടുന്നുണ്ട്. പക്ഷെ നമുക്ക് നമ്മളിങ്ങനെ സാധനമുണ്ട്. അവിടെ നിൻ്റെ ഇറച്ചി ഞാൻ ഒരു പൂ എടുത്തേക്കാം. എന്താണെന്ന് വെച്ചാൽ എന്തെങ്കിലും പേർത്തിട്ട് എടുക്കാം. നമുക്ക് ഉണ്ടാക്കാൻ കഴിയുന്നില്ലല്ലോ. നമുക്ക് കുറച്ച് വേണ്ടേ നമുക്ക് ഇതിൽ വെള്ളമുണ്ട്. പക്ഷേ ഷെയ്ഡിൻ്റെ പ്രോബ്ലമാണ്. ഈ അവിടെയും ഇവിടെയും കാണുന്ന വെള്ളമൊന്നും കാണില്ല. പക്ഷെ ഈ വലിയ പോയ പോലെ ഉള്ളതൊക്കെ കാണും. പോയ കടൽ പോലൊക്കെ നല്ല ഹാങ് വരുന്നുണ്ട്. ഇങ്ങനെ ചെയ്യാൻ വെച്ചിട്ട് കണ്ടോ ഇതിനെ കണ്ടോ. ഇതൊക്കെ നല്ല കളറുണ്ട്. നല്ല കട്ടിപ്പൊളി തെളിഞ്ഞ് നിൽക്കുന്നുണ്ട്. കേട്ടോ. ഇപ്പോൾ കോള് വന്നത് കൊണ്ടാണ് ഞാൻ ബാക്ക് അടിച്ചത്. ബാക്കൊക്കെ ആകെ ചളായി കൊള്ളായി. പിന്നെ മാത്രമല്ല കോള് സമയത്ത് നമ്മളെ ബേസിൻ്റെ അടുത്ത് എവിടെയെങ്കിലും വില്ലേജോ മാൻഷനോ അതോ അല്ലെങ്കിൽ സ്ലൈം ഏരിയയോ അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പം റൂയിങ് പോർട്ടലോ അല്ലെങ്കിൽ അങ്ങനെ അത് അടിപൊളി സാധനങ്ങളൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ ചങ്ക് പീസ് എന്നൊരു ഗൂഗിളിൽ മേടിച്ചത്. അപ്പം ചങ്ക് പീസ് എന്ന ഗൂഗിളിൽ മേടിച്ചുമ്പോൾ നമുക്ക് കിട്ടുന്ന സാധനമാണ്. കിട്ടുന്ന സാധനമല്ല, കിട്ടുന്ന സംഭവമാണ്. കിട്ടും നമ്മൾ. പക്ഷേ ചങ്ക് പീസിൽ പോയി കണ്ട് ചെക്ക് ടു യുവർ സീഡ് നോക്കണം. ആ സീഡ് നോക്കിയിട്ട് അതിൽ നമ്മൾ നോക്കിയാൽ നമുക്ക് കിട്ടൂല. നമ്മളെ സീഡ് എടുത്താണ് അതിൽ ഇടണം. നമ്മളെ സീഡ് എടുത്താണ് അതിൽ ഇട്ടിട്ട് എന്നിട്ട് നമ്മൾ സെർച്ച് ചെയ്യണം. അങ്ങനെ നോക്കിയതാണ്. നോക്കിയിട്ട് കിട്ടിയതിന് ഇത് കോർഡിനേറ്റ്സ് കിട്ടിയിട്ടുണ്ടാവും. അത് നമ്മൾ കോപ്പി ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മളിങ്ങനെ നോക്കി കളിച്ചാൽ ഞാൻ അങ്ങനെ നോക്കി കളിച്ചു. രാത്രി ആയിക്കണ പണി കിട്ടും. അങ്ങനെ കിട്ടിയതാണ് ഈ വേൾഡല്ല ഈ കോർഡിനേറ്റ്സ്. അങ്ങനെ വില്ലേജ് പോവാണ്. കുറേ പോകണ്ടല്ലോ. 154 2000 നമുക്കത് ഇങ്ങോട്ട് സുഖം. അങ്ങോട്ട് പോവാം. ഇങ്ങനെ പോയിട്ട് ഹാങ്ങാണ് സീന്. ഹാങ്ങിലാണെന്നുണ്ടെങ്കിലേ ഇത് കഴിഞ്ഞിട്ടൊക്കെ ഒരു PC വാങ്ങണം. നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരു PC വാങ്ങണം.
നിങ്ങൾ കമൻറ്റ് ചെയ്യും ഞാൻ പി സി വാങ്ങണോ വേണ്ടേ. പി സി വാങ്ങണമെന്ന് പറയുന്നത് ബ്ലൂ ഹാർട്ട് കമൻറ്റ് ചെയ്യുക. പി സി വാങ്ങണ്ടെന്ന് പറഞ്ഞാൽ പി സി വേണമെന്ന് പറഞ്ഞാൽ യെസ് ഒന്നും ഇല്ല പറയുന്നവർ നോ ഒന്നും കമൻറ്റ് ചെയ്യുക. ഏതാണ് കൂടുതൽ പറഞ്ഞാൽ നോക്കാം നമുക്ക്. ഈ വില്ലേജ് കണ്ടുപിടിക്കൽ പറഞ്ഞത് ഭയങ്കര ടാസ്കുള്ള പരിപാടിയാണ്. പിന്നെ ചങ്ക് ബേസിലുണ്ട് കുറച്ചും കൂടി എളുപ്പമായി എങ്കിലും 2000 ബ്ലോക്ക് പറഞ്ഞാൽ എലാറ്റർ ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെയും കുഴപ്പമില്ല, എത്തും. പക്ഷെ സീനല്ല ഭയങ്കര ഗതിയായിട്ടുള്ള പരിപാടിയാണ്. ഇതിപ്പോൾ ഇങ്ങനൊക്കെ ഞാൻ കണ്ടുപിടിച്ച് വെച്ചാൽ കുറച്ച് പണിയാണ്. എന്നാലും നിങ്ങൾക്ക് വേണ്ടിയില്ല. യെസ് വൈസ് നിങ്ങൾക്ക് വേണ്ടി ഞാൻ എന്തും ചെയ്യാൻ തയ്യാറാണ്. അദ്ദേഹത്തിൻ്റെ കൊല്ലാന്ന് ചാവാന്ന് പറയട്ടോ. അങ്ങനെയില്ല, നിങ്ങൾക്കാണ് യൂട്യൂബിൽ ഏത് വീഡിയോ ഞാൻ തയ്യാറ്. അത് വേറെ മറ്റേതും വേണ്ടാത്തതൊന്നും കമൻറ്റ് ചെയ്യല്ലേ ഗായ്സ്. ഈ വില്ലേജ് കണ്ടുപിടിച്ചിട്ട് ഈ കാട്ടുകൂടെ തട്ടിത്തിരിൻ്റെ പാട്ട് ഭയങ്കര ബോറിങ്ങുള്ള പാർട്ടാണ്. അതുകൊണ്ട് നമുക്ക് എൻ്റെ ഇതിങ്ങനെ നമുക്കിപ്പോൾ എവിടെ നിന്നാണോ ഒരു കോള് കിട്ടുക. ഈ കോള് കിട്ടിയിട്ട് വേണം നമുക്ക് ഇതൊക്കെ കുക്ക് ചെയ്യാൻ. ഭയങ്കര റിസ്ക്കാണ് ഈ ഇങ്ങനെയുള്ള സപ്പാടി പരിപാടി. ഇതിങ്ങനെ ഭയങ്കര ഗതികളാവുമെന്ന് ഞാൻ കരുതിയില്ലേനി. ഇത് ഈ സംഭവം ഇങ്ങനെ വീഡിയോ എടുക്കാനൊക്കെ ഭയങ്കര ഗതികേടാണ്. ഈ ശ്രുതിയും അൾട്രോളും ഓലൊക്കെ എങ്ങനെയാണ് ഇത്രയും ഗതികേട്ടായിട്ടൊക്കെ വീഡിയോ ഇടുന്നത് ഗൈസ്. ഇച്ചൊരു സംശയം, നമ്മൾ ചുറ്റിക്കറങ്ങിയോണ്ട് നമ്മളെ ബീച്ചിൽ തന്നെ വന്നോ എന്നിട്ട് ഇനി ഗൈസ് നമുക്ക് ഇവിടെ കുറച്ച് കട്ടായത് കുറേ ഉണ്ട്. ഇങ്ങോട്ട് നമ്മൾ കട്ട് ചെയ്യാം. അപ്പോൾ ഗൈസ് ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മൾ പിന്നെ മനസ്സിലായത് നമ്മൾ ചുറ്റിക്കറങ്ങി വന്നത് നമ്മൾ സ്പൂണായ സ്ഥലത്ത് തന്നെ വീണ്ടും എത്തിക്കുന്നത്. ഇത് കടക്കാം. നമുക്ക് ഇനി ഇവിടെ നിന്ന് കടന്നിട്ട് നമ്മൾ സവാരി പിന്നെയും തുടരാം. നമുക്ക് ജലദോഷമൊക്കെ പിടിച്ചോണ്ട് ഇതൊക്കെ വരുന്നുണ്ട്, തുമ്മാനൊക്കെ വരുന്നുണ്ട്. സോംബിയല്ല ആളോണ്ടോ ഈസ് നമ്മൾ ഒന്ന് കണ്ട മറ്റേ നമുക്ക് കയറി നോക്കണം പറഞ്ഞ സ്ഥലമാണത്. നമുക്ക് എളുപ്പമൊന്ന് കയറി നോക്കിയാലോ, കിട്ടിയാൽ എന്തെങ്കിലും കിട്ടിയാലോ. ഇവിടെ നമുക്ക് വന്ന് നോക്കാം.
നമുക്കത് നോക്കാം. അപ്പം നമ്മൾ ബബിള് പൊട്ടിക്കൊണ്ട് കാണും. 5 ഗോൾ കിട്ടി. ഒരു ബെക്ക് ഓഫ് ദ സീ ഒക്കെ നമുക്കിനി ഇവിടെ പോകാം. ഇത് ഫുള്ള് പോട്ട് സവാരിയാണ്. മറ്റേക്കൊരു ഇത്ര സുഖി അങ്കൽവാറി അറിയില്ല, ഒന്നും അറിയില്ല. ഇത് 2000 സുന്ദരം. അതിപ്പോൾ ഈ മുൻപിപ്പം കളിക്കാൻ വേറെ ആരെങ്കിലും കിട്ടണം എങ്കിലും കമ്പനി ചെയ്യാൻ കുറേ നമുക്ക് കുറച്ച് കട്ട് ചെയ്യാം. നമ്മൾ വന്ന് കൊടുക്കുമ്പോൾ നമുക്കൊരു നമുക്ക് നിൽക്കാം. അതിന് ഓഡിയൻസിന് ക്ലിപ്പ് ചെയ്ത് വെക്കട്ടെ. കളിച്ചാലും പോയി. കളിച്ചാണെന്ന് തോന്നുന്നില്ല. കളിച്ച നമുക്ക് വീട്ടിൽ കളി നിർത്താം. നമ്മൾ നിർത്താന്നൊക്കെ പറഞ്ഞ് പോയിരിക്കുകയാണ്. പക്ഷേ അവിടെ സ്നാപ്പൊക്കെ സ്വിച്ചിൻ്റെ വീഡിയോ ഉണ്ട്. കൈവിടരുത്, ഉറക്കി പിടിക്കണം. വീഡിയോയിൽ കണ്ടപ്പോൾ തരിപ്പം വരില്ല. പിന്നെ ഞാൻ ഒന്നുകൂടി നോക്കി. മനസ്സിലായി ചന്ദ്രന് മനസ്സിലായി. അതിൻ്റെ തൊട്ടടുത്തൊക്കെ വേറെ ഒരു എന്ത് വേറെ വില്ലേജുണ്ട്. അതൊന്നും നോക്കി. അതാണ് പുതിയ എത്രയോ 2 കിലോമീറ്ററൊക്കെ അങ്ങനെ ജസ്റ്റ് ഒന്നും ഇവിടെയില്ല. ഞാൻ ഇപ്പോൾ ഞാനിപ്പോൾ കണ്ടുപിടിക്കുന്നത് നിങ്ങളെ മനസ്സിലായി വീഡിയോ പോകുന്നതാണ്. ഇവിടെ ഒരു സ്വിച്ചിലെങ്കിൽ സ്വിച്ചിൻ്റെ ആയിട്ടല്ല ബ്ലാക്ക് സ്മിത്ത് ഒന്നും പിന്നെ റോയിൽ പോട്ടും പിന്നെ വന്നപ്പോൾ കണ്ടിട്ട് ചേർത്തിട്ട്
ബ്ലോക്കൊക്കെ പൊട്ടിച്ചിട്ടാണ് ദിവസം വന്നാലോ. ന്യൂ റെസിപ്പി അൺലോക്ക്. ഇതിനൊക്കെ റെസിപ്പിയാ, ഒരു ബ്ലോക്കല്ലേ. ബ്ലോക്കാണ് സ്ക്രീനിലോട്ടാണ് ടെസ്റ്റ് ചെയ്തൊക്കെ. നോക്കട്ടെ. ആരെങ്കിലും കമൻറ്റ് ചെയ്തത് സ്ക്രീനിലോട്ടാണെന്ന് തോന്നുന്നു. സ്ക്രീനിലോട്ടാണെന്ന് भाई तुम्हारा नाम क्या है? वो मुझे बताओ सेटा നമുക്ക് വളരെ മഹായിട്ടാണ്. റൈഡ് ഫാം നമുക്ക് ഉണ്ടാക്കണം. റൈഡ് ഫാം, അയൺ ഫാം, എക്സ്പി ഫാം, ക്രീപ്പർ ഫാം, ക്യാബേജ് റൂഡിൽ ഉണ്ടാക്കി ഡയമണ്ടിനെ വരെ എടുക്കും. പേരെടുക്കാം. എന്താക്കണം ഓർഡർ ചെയ്തപ്പം അങ്ങനെ എന്ത് പറ്റുന്നു കാരണം എത്ര പൈസ പോയിക്കൊക്കെ എനിക്കൊന്നും സപ്പോർട്ടാണ് പറയാൻ അപ്പോൾ വീഡിയോ നല്ലുണ്ടായിട്ടുണ്ട്. വീഡിയോ ഇവിടെ വെച്ച് നിർത്താം. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും ഇത്തിരി നേരം കണ്ട എല്ലാവർക്കും താങ്ക് യു. ബൈ ബൈ. സീ യു.